അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരെ പറ്റി പലരും പറയുന്നത് വെരി ഫാസ്റ്റാണ്, അത്യാവശ്യം ഇമ്പൾസീവാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള ലെയേഴ്സ് നല്ല രീതിയിൽ തന്നെ മനസ്സിലുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനുള്ള മെൻ്റൽ സ്ട്രെങ്ത്ത് നന്നായിട്ട് തന്നെ ഉണ്ട്. സഹായം ചോദിക്കാനും നല്ല മടിയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമെന്ന മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ഒരു പിടിവാശിക്കാരിയാണ്, പിടിവാശിക്കാരനുമാണ്. അതിൻ്റെ ഒരു ഇൻ്റലിജൻസ് നിങ്ങൾക്കുണ്ട്. പുറത്ത് കാമാണ്, പക്ഷെ ഉള്ളിൽ ഡിസിഷൻ ആൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ ആൾറെഡി എത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ വിഷമമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ മറച്ചു വെക്കും. അങ്ങനെ ആരുടെ അടുത്തൊന്നും പറയൊന്നുമില്ല. ഒരു ഹേർട്ടായാലും നോർമലായിട്ട് തന്നെ ആക്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യും. പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൾക്കാരെ കട്ട് ഓഫ് ചെയ്യും. അതായത് പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എന്നാൽ പെട്ടെന്ന് തന്നെ അവരായിട്ട് സംസാരം അവസാനിപ്പിക്കും. ഒരാളെന്നെ കുറേ കാലം സ്നേഹിക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. പക്ഷേ ലിമിറ്റ് ക്രോസ് ചെയ്ത ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഡിറ്റാച്ച് ആവും. മറ്റുള്ളവർ പെട്ടെന്ന് നിങ്ങളെ ക്യാച്ച് ചെയ്യും, പക്ഷേ നിങ്ങൾ അവരായിട്ടൊന്ന് മാറാൻ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു സൈലൻറ്റ് പവർ തന്നെയാണ്. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. മൈൻഡിന് കുറച്ച് റെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ശരിയായ വഴിയിലാണോ എന്നൊരു സെൽഫ് ഡൗട്ട് വീണ്ടും നിങ്ങൾക്ക് വന്നു. ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഓവർ തിങ്ക് നിങ്ങൾ നന്നായിട്ട് ജനുവരിയിൽ ചെയ്തിട്ടുണ്ടാവും. കരിയർ പരമായിട്ടും വർക്ക് പരമായിട്ടും നോക്കുകയാണെങ്കിൽ നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ റിസൾട്ട് വളരെ വൈകിയ വന്ന് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായിട്ടും ഉണ്ടാവില്ല. നിങ്ങളുടെ മേലുള്ള ആൾക്കാർ നിങ്ങളെ കുറച്ച് ചീത്ത പറയുകയോ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതും കൊണ്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. അത് ബോസ് ആയിരിക്കാം, സീനിയർ ആയിരിക്കാം, ചിലപ്പോൾ അച്ഛനും ആയിരിക്കാം കേട്ടോ. വേറെ ജോലി നോക്കണമെന്നുള്ള ചിന്ത എന്തായാലും വന്നിട്ടുണ്ടാവും, വേണച്ച് നോക്കിയിട്ടും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സൈഡ് മാത്രം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. റീപ്ലേയും ഡിലേ ആയി, മറ്റുള്ളവർ അവോയ്ഡ് ചെയ്യാനും നിങ്ങളെ തുടങ്ങിയിട്ടുണ്ടാവും. ഇമോഷണലി നല്ല ഡിസ്റ്റൻസ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ശങ്ക നിങ്ങൾക്ക് നന്നായി ഉണ്ടാവും. പഴയ ഒരു പേഴ്സൺ വീണ്ടും നല്ല രീതിയിൽ മനസ്സിൽ വന്നിട്ടുണ്ടാവും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ വരവും ചെലവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. പൈസ വന്നു അപ്പം തന്നെ ചിലവായി എന്ന ഒരു രീതിയായിരുന്നു ജനുവരിയിൽ ഉണ്ടായിട്ടുണ്ടാവുക. സേവിങ്സ് പ്ലാൻ എല്ലാം ബ്രേക്ക് ആയിട്ടുണ്ടാവും. അതൊന്നും കറക്റ്റായിട്ട് സേവിങ്സ് പോയിട്ടുണ്ടാവില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെറിയ എക്സ്പെൻസ് കൂടി. ജനുവരിയിൽ നിങ്ങൾക്ക് ശ്രമം ഉണ്ടായി, പക്ഷെ മനസ്സിന് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു മാസമായിരുന്നു ജനുവരി. ഫെബ്രുവരി മാസത്തിൽ ഇനി നടക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു മെൻ്റലി കുറച്ച് റെസ്റ്റ് കിട്ടുന്ന ഒരു മന്താണ്. ഫെബ്രുവരി 10-നും 12-നും ശേഷം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഡിസിഷൻ മേക്കിംഗ് ഷാർപ്പായിരിക്കും. ഇത് മതി എന്ന ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് വരും. കരിയർ ആണെങ്കിൽ ജോബ് ആണെങ്കിലും സ്റ്റക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും മൂവ് ചെയ്യാൻ എന്തായാലും തുടങ്ങും. ഇൻ്റർവ്യൂ, ഡിസ്കഷൻ, പുതിയ റെസ്പോൺസിബിലിറ്റിയൊക്കെ ചാൻസ് നന്നായിട്ടുണ്ട്. ഫെബ്രുവരി അവസാനം ഡയറക്ഷൻ എന്തായാലും ക്ലിയർ ആവും. അതോറിറ്റീൻ്റെ ഒരു പവർ സ്ട്രഗിൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. നിങ്ങൾക്കൊരു അഡ്വൈസ് തരികയാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുക. ഈഗോ ക്ലാഷ് അവോയ്ഡ് ചെയ്ത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ചെറുതായിരിക്കും, പക്ഷെ ഇമ്പ്രൂവ് ആയിട്ട് തന്നെ വരും. ഓൾഡ് പെൻഡിങ് പേയ്മെൻറ്റ് നിങ്ങൾ കടം കൊടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ്, റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യണം. എസ്പെഷ്യലി ഒരു ഫെബ്രുവരി 1 മുതൽ 15 വരെ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം സേവിങ്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ലോങ് ടേമിനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങുക. റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും സത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാവും. പലരുടെയും റിയൽ ഇൻറ്റൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾഡ് അറ്റാച്ച്മെൻറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പുതിയ കണക്ഷൻ പോസിബിൾ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത് മെല്ലെ ആവുള്ളൂ, പക്ഷെ ജെന്യുവൻ ആയിരിക്കും. സിമ്പതിയും അട്രാക്ഷനും കൺഫ്യൂസും നിങ്ങൾ ആവരുത്. ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിലൊരു പ്ലാനിങ് മന്താണ്. എക്സിക്യൂഷൻ അത് മെല്ലെ തന്നെ നടക്കുള്ളൂ. പാർട്ട്ണറായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂ എന്തായാലും ക്ലിയർ ആവും. ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂ എന്തായാലും ക്ലിയർ ആവും. ഫെബ്രുവരി അവസാനം ഐഡിയ ഫൈനലൈസ് ചെയ്യാൻ നല്ലൊരു ടൈം തന്നെയാണ്. എക്സാമും സ്റ്റഡീസൊക്കെ നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ എന്തായാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവും. ജനുവരിയിലൊരു കൺഫ്യൂഷൻ ആയിരുന്നു, പക്ഷേ ഫെബ്രുവരി സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ആപ്ലിക്കേഷൻ, ഫോം ഫില്ലിങ്, സ്കിൽ ലേണിങ് ഇതിനെല്ലാം പുതിയതായിട്ട് ചിലപ്പോൾ തുടങ്ങിയെന്ന് വരും. ജനുവരി
ജനുവരി മാസം നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ പരീക്ഷിച്ചു. ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് എന്തായാലും ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ സ്ലോ ആണ്, പക്ഷേ റൈറ്റായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു കാര്യം കൂടി പറയാം. ഫെബ്രുവരി മാസത്തിൽ സ്പീഡായിട്ടൊന്നും ചെയ്യണ്ട, തീരുമാനം മാത്രം എടുക്കുക, ക്ലാരിറ്റി മാത്രം വരുത്തുക.